ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. To the right goal through the right path. ProfCon 17th Professional Students National Conference 8th, 9th and 10th March 2013 at Malappuram. നന്മയുടെ നറുമധുരവും ധർമ്മബോധത്തിന്റെ ധവളിമയുമായി മലപ്പുറത്തിന്റെ മണ്ണിൽ മറക്കാനാവാത്ത 3 ദിനരാത്രങ്ങൾ. തിരക്കൊഴിയാത്ത ജീവിതക്രമത്തിൽ നിന്നും സ്വസ്ഥത നൽകാത്ത പഠനാന്തരീക്ഷത്തിൽ നിന്നും ബോധപൂർവം നീക്കിവെച്ച വിജ്ഞാന വിനിമയത്തിന്റെയും വിവരശേഖരണത്തിന്റെയും വിലപ്പെട്ട നാളുകൾ. മരണത്തിനും ജീവിതത്തിനുമപ്പുറം കാത്തുകിടക്കുന്ന യഥാർത്ഥ ജീവിതം അനന്തമാണെന്നും അത് അന്വർത്ഥമാക്കണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിച്ച വിദ്യാർത്ഥികളുടെയും വിജ്ഞാന കുതുകികളുടെയും ഹൃദ്യമായ സമാഗമം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ, ഫാർമസി, നഴ്സിംഗ്, ലോ, മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പങ്കെടുത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികളോടൊപ്പം വ്യത്യസ്ത വിദേശ രാജ്യങ്ങളിലെ സൗഹൃദ പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം. അന്താരാഷ്ട്ര പ്രശസ്തരായ അതിഥികളെ അണിനിരത്തി 3 വേദികളിൽ 5 ഭാഷകളിലായി നടന്ന പ്രൗഢഗംഭീരമായ ദേശീയ വിദ്യാർത്ഥി സമ്മേളനം. രാജ്യത്തെ ഉന്നത സർവകലാശാലകളിലെ ഭരണകർത്താക്കളും അറിയപ്പെടുന്ന അക്കാദമിക വിചക്ഷണരും കഴിവുറ്റ കരിയർ പരിശീലകരും മന്ത്രിമാരും ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുത്ത ഐതിഹാസിക സമ്മേളനം. അച്ചടക്കവും ആത്മനിയന്ത്രണവും പാലിച്ച് അത്യധികം ഉത്സാഹത്തോടെ അതിലുപരി പ്രതിഫലേച്ഛയോടെ ദൈവമാർഗത്തിൽ സ്വയം സമർപ്പിക്കാൻ സന്നദ്ധരായ സേവകരുടെ മനം നിറഞ്ഞ സാന്നിധ്യം. പ്രമാണബദ്ധമായ പ്രഭാഷണങ്ങളും ആവേശകരമായ ചർച്ചകളും വിജ്ഞാനദായകമായ ചോദ്യോത്തരങ്ങളും സമ്മാനിച്ച് മലപ്പുറം MSP ഗ്രൗണ്ടിൽ 17ാമത് ദേശീയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പരിസമാപ്തി കുറിച്ചു. والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. ഹദീസിൻ്റെ നിദാനശാസ്ത്രം പഠിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ഹദീസ് ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ ഹദീസ് ഒരു ബോർഡിൽ എഴുതിയതിന് ശേഷം ഒരു ഹദീസ് എഴുതിയിട്ട് അതിനെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ എന്തായി ഒരു നമുക്കത് കൂടുതൽ മനസ്സിൽ നിൽക്കും. കാരണം ഇങ്ങനെ ഒരു പ്രസംഗ ശൈലിയിലാകുമ്പോൾ ഈ വ്യക്തികൾ, അവരുടെ ചരിത്രം, മരണം, ജനനം ഇതൊക്കെ പറയുമ്പോൾ അത് ഇതിൽ ഉൾക്കൊണ്ട് നിൽക്കില്ല. അപ്പോൾ അതിനാണ് പറഞ്ഞത്. അപ്പോൾ ബോർഡ് ഒരു ചെറുതായി എന്നാലും എഴുതിയിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ എഴുതൂല, ബോർഡിൽ കാണിക്കാം. ഒരു ഹദീസ് നമ്മൾ എഴുതാം. ആ ഹദീസ് എഴുതിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് പറയുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. കാണുന്നുണ്ടോ? കട്ട് ചെയ്തതാണെങ്കിൽ അതിൻ്റെ വലുതായിട്ട് അക്ഷരം ഉണ്ടാകും.
പിന്നെ ഈച്ചയുടെ ഹദീസ് എന്ന പേരിലൊരു ഹദീസുണ്ട്. ഈച്ച വെള്ളത്തിൽ വീണാൽ അത് ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ആ ഹദീസിനെയാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. കാരണം നിങ്ങളൊക്കെ പിന്നെ പഠന വിദ്യാർത്ഥികളാണ്. പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന പിന്നെ ഒരു ഹദീസ് ആയതുകൊണ്ട് എന്താണ് ആ ഹദീസ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ബോർഡിൽ നമുക്കിപ്പോൾ സനദ് എഴുതാനേ കഴിഞ്ഞുള്ളൂ, ഹദീസ് എന്തെന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ ഹദീസ് ഞാൻ പറയാം. ഇവിടെ ഒരു ഹദീസ്, അതാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഞാനിവിടെ എഴുതിയത്, ബാക്കി കേൾപ്പിക്കാം. തുടക്കം എന്താ? ഖാലൽ ഇമാം ബുഖാരി. എന്താണ് ഈ ഹദീസ്? ഇമാം ബുഖാരിയാണ് പറയുന്നത്. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ കൊടുത്ത ഹദീസാണ് ഈ ഹദീസ്. അതിൽ പറയുന്നത് ഹദ്ദസന ഖുതൈബത്തു ഹദ്ദസന ഇസ്മാഈൽ ഇബ്നു ജഅഫർ അൻ ഉത്ബത്ത് ഇബ്നു മുസ്ലിം മൗല ബനു തൈം അൻ ഉബൈദ് ഇബ്നു ഹുനൈൻ മൗല ബനു സുറൈഖ് അൻ അബി ഹുറൈറത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനി സുറൈഖാണ്, ബനു അല്ല, ബനി ആയിട്ട് ബനി സുറൈഖ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ഇതാണ് ഹദീസിൻ്റെ ഒരു ഭാഗം, ഇമാം ബുഖാരി കൊടുത്ത ഹദീസിൻ്റെ ഒരു ഭാഗം. ഇനി ഇതിൻ്റെ ബാക്കിയുണ്ട്. അതെന്താണ്? റസൂലുള്ളാഹി എന്താണ് പറഞ്ഞു എന്നുള്ളത്. ഇതിപ്പോൾ ഖാലൽ ഇമാം ബുഖാരി. എന്താ ഖാലൽ ഇമാം ബുഖാരി? ഇമാം ബുഖാരി പറഞ്ഞു ഹദ്ദസന. ഹദ്ദസന നമ്മോട് പറഞ്ഞു. ആരാ ഈ നമ്മോട്? ഇമാം ബുഖാരിയോട് പറഞ്ഞു. ഹദ്ദസന ഇമാം ബുഖാരിയോട് പറഞ്ഞു. ആരാ പറഞ്ഞത്? ഖുതൈബത്തു, ഖുതൈബ പറഞ്ഞു. അപ്പൊ ഖുതൈബ എന്ന ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് ആരോട് പറഞ്ഞത്? ഇമാം ബുഖാരിയോട് പറഞ്ഞത്. ഹദ്ദസന, ഈ ഖുതൈബ പറയാണ് നമ്മോട് പറഞ്ഞു. അപ്പോൾ നമ്മോട് പറഞ്ഞ ഖുതൈബയോട് പറഞ്ഞു. ആരാ പറഞ്ഞത്? ഇസ്മാഈൽ ഇബ്നു ജഅഫർ. ഇസ്മാഈൽ ഇബ്നു ജാഫർ. ഇസ്മാഈൽ ഇബ്നു ജാഫർ പറഞ്ഞു, ഖുതൈബയോട് പറഞ്ഞു. ഇനി ഇസ്മായിൽ ഇബ്നു ജാഫർ ആരെ തൊട്ട് ഉദ്ധരിക്കുന്നത്? അൻ ഉത്ബത ഇബ്നു മുസ്ലിം. ഉത്ബ ഇബ്നു മുസ്ലിമിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉത്ബത്ത് ഇബ്നു മുസ്ലിമാണ് ആർക്ക് പറഞ്ഞു കൊടുത്തത്? ഇസ്മായിൽ ഇബ്നു ജാഫറിന് പറഞ്ഞു കൊടുത്തത്. ഈ ഉത്ബ ആരാണെന്ന് അറിയണം. അയാൾ ബനു തൈം, മൗല ബനു തൈമാണ്. ബനു തൈം ഗോത്രത്തിൻ്റെ മൗലയാണ്. അവർ മോചിപ്പിച്ച അടിമയാണ്. ഞാൻ വിശദീകരിക്കാം. ഇതിന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഉത്ബത്ത് ഇബ്നു മുസ്ലിം, അയാൾക്ക് അവിടുന്ന് ഈ ഹദീസ് കിട്ടിയത് അൻ ഉബൈദ് ഇബ്നു ഹുനൈൻ. ഉബൈദ് ഇബ്നു ഹുനൈനിൽ നിന്നാണ്. അൻ ഉബൈദ് ഇബ്നു ഹുനൈൻ. ഉബൈദ് ഇബ്നു ഹുനൈനിൽ നിന്നാണ് കിട്ടിയത്. മൗല ബനി സുറൈഖ്. ഈ ഉബൈദ് ഇബ്നു ഹുനൈൻ ആരാണ്? ബനു സുറൈഖ് ഗോത്രത്തിന്റെ മൗലയാണ്. അവർ മോചിപ്പിച്ച അടിമയാണ്. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു. ഉബൈദ് ഇബ്നു ഹുനൈൻ ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അബൂ ഹുറൈറയിൽ നിന്നാണ്. എന്താ റിപ്പോർട്ട്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇദാ വഖഅ ദുബാബു ഫീ ഇനാഇ അഹദികും ഫൽയഗ്മിസ്ഹു കുല്ലഹു സുമ്മ ലിയത്റഹു ഫഇന്ന ഫീ അഹദി ജനാഹൈഹി ശിഫാഅൻ വഫിൽ ആഖിരി ദാഅ. ഇതാണ് ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ വഖഅ ദുബാബു ഫീ ഇനാഇ അഹദികും, നിങ്ങളിൽ ഒരാളുടെ പാത്രത്തിലേക്ക് ഒരു ഈച്ച വീണാൽ ഫൽയഗ്മിസ്ഹു കുല്ലഹു, ആ പാത്രത്തിൽ ആ ഈച്ചയെ അവൻ മുഴുവൻ മുക്കട്ടെ. സുമ്മ ലിയത്റഹു, പിന്നീട് അതിനെ അവനെ എടുത്തിടട്ടെ, ഈച്ചയെ എടുത്തിടട്ടെ, പുറത്തിടട്ടെ. ഫഇന്ന ഫീ അഹദി ജനാഹൈഹി, കാരണം ആ ഈച്ചയുടെ ഇരു ചിറകുകളിൽ ഒന്നിലുണ്ട് ഷിഫാഅൻ, ശമനമുണ്ട്. വഫിൽ ആഖിരി, മറ്റേ ചിറകിലുണ്ട് ദാഅൻ. ദാ എന്ന് പറഞ്ഞാൽ രോഗമുണ്ട്. അപ്പം ഈച്ച വെള്ളമുള്ള പാത്രത്തിൽ വീണിട്ടുണ്ട് എങ്കിൽ ഈച്ചയെ അതിൽ മുഴുവൻ മുക്കുക, എന്നിട്ട് പുറത്തിടുക. ഈച്ചയുടെ രണ്ടാലൊരു ചിറകിൽ രോഗമാണ്, മറ്റൊരു ചിറകിൽ രോഗശമനവുമാണ്. ഇതാണ് ആര് പറയുന്നത്? ഹദീസിൽ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കുറേ വിഷയങ്ങൾ അതിൽ പഠിക്കേണ്ട അനിവാര്യമായതിലൂടെ നമുക്ക് കടന്നു പോകാം. ഇവിടെ ഇമാം ബുഖാരി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതുവരെയുള്ള ഭാഗം, ഇതാണ് ഒരു ഹദീസിൻ്റെ സനദ്. അതാണ് നമ്മളിവിടെ എഴുതിയത്, ഹദീസിൻ്റെ സനദ്.
ഇമാം ബുഖാരി ജനിച്ചതും മരിച്ചതും എന്ന ഇമാം ബുഖാരി ജനിച്ചതും മരിച്ചതും 194 ജനിച്ച് 256 ആര് മരിക്കണത്? ഇമാം ബുഖാരി മരിക്കണത് 194 ജനിച്ചു 256 ഇമാം ബുഖാരി. അറബിയിൽ എഴുതുന്നതിന് പ്രശ്നം ഉണ്ടാ ഇല്ലല്ല? ഞാൻ പറയുമല്ലോ, അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഇതെല്ലാം എഴുതിക്കോ, നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന രീതിയിൽ എഴുതിക്കോ. ഇമാം ബുഖാരി ജനിച്ചത് 194 മരിച്ചത് 256. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നേരെ ദൂരത്താണ് ആരുള്ളത്? ഇമാം ബുഖാരി ഉള്ളത്. അപ്പോൾ റസൂലുള്ളാഹി ഈ പറഞ്ഞ ഹദീസിനെ ഇമാം ബുഖാരി നേരിട്ട് കേൾക്കുമോ? നേരിട്ട് കേൾക്കൂല. പിന്നെ എന്ത് വേണം? ഈ കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ വേണം. ആ ആളുകളെ നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ എഴുതിയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആര് കേട്ട്? അബൂ ഹുറൈറ കേട്ട്. അപ്പോൾ റസൂലുള്ളാഹിന്റെ സമകാലീനനാണ് ആര്? അബൂ ഹുറൈറ. അബൂ ഹുറൈറ പറഞ്ഞത് ആര് കേട്ട്? ഉബൈദ് ബിൻ ഹുനൈൻ കേട്ട്. കാരണം ഉബൈദ് ബിൻ ഹുനൈൻ ആരെ കണ്ടിട്ടുണ്ട്? അബൂ ഹുറൈറയെ കണ്ടിട്ടുണ്ട്. ഉബൈദ് ബിൻ ഹുനൈൻ പറഞ്ഞത് ആര് കേട്ട്? ഉത്ബത്ത് ബിൻ മുസ്ലിം കേട്ട്. കാരണം എന്താ? ഉത്ബ ആരെ കണ്ടിട്ടുണ്ട്? ഉബൈദിനെ കണ്ടിട്ടുണ്ട്. ഉത്ബ പറഞ്ഞത് ആര് കേട്ട്? ഇസ്മായിൽ ബിൻ ജാഫർ കേട്ട്. കാരണം എന്താ? ഉത്ബയെ ആര് കണ്ടിട്ടുണ്ട്? ഇസ്മായിൽ കണ്ടിട്ടുണ്ട്. ഇസ്മായിൽ ഇബ്നു ജാഫർ പറഞ്ഞതിന് ആര് കേട്ട്? ഖുതൈബ കേട്ട്. ഖുതൈബ ആരുടെ ഉസ്താദാണ്? ഇമാം ബുഖാരിൻ്റെ ഉസ്താദാണ്. അപ്പോൾ ഉസ്താദ് ശിഷ്യന് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ എന്ത് ചെയ്ത്? ഇമാം ബുഖാരി തൻ്റെ സഹീഹിൽ അതിനെ രേഖപ്പെടുത്തി. പറഞ്ഞത് മനസ്സിലായോ? അപ്പം ഇതിനാണ് എന്ത് എന്ന് പറയാം? ഹദീസിൻ്റെ സനദ് എന്ന് പറയും. സനദ് നിവേദക ശൃംഖല. നിവേദക ശൃംഖല. ഇതിൽ കുറേ ആളുകളുണ്ടല്ലോ, അവരാണ് ആര്? ആ നിവേദക ശൃംഖലയിലെ റാവിമാർ, റിപ്പോർട്ടർമാർ, റിജാൽ. ഇനി ഞാൻ ഇവരെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയും. ആ പറയുന്ന കാര്യങ്ങളാണ് ഇൽമുർ റിജാൽ, റാവിമാരെ കുറിച്ചുള്ള, ആളുകളെ കുറിച്ചുള്ളതായ പഠന വിവരങ്ങൾ. എന്നിട്ട് നമ്മൾ ഇനി എന്തിലും വരും? ഹദീസിന്റെ ഉള്ളടക്കത്തിലേക്ക് വരും. അതാണ് എന്ത്? മത്തിൻ. ഹദീസിന്റെ ഉള്ളടക്കം എന്താണ് തിരുനബി പറഞ്ഞത്? മത്തിൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പ് നമ്മൾ ആരെക്കുറിച്ച് പഠിക്കാം? സനദിനെ കുറിച്ച് പഠിക്കാം. എന്താണ് സനദ്? അതിൻ്റെ പ്രത്യേകതകൾ എന്ത്? അതിലുള്ള വിഷയങ്ങൾ എന്ത്? എന്നിട്ട് മത്തിനിലേക്ക് വരാം. ഇമാം ബുഖാരി ആണിത് പറയുന്നത്. ആരാ ഇമാം ബുഖാരി? ഏതെങ്കിലും ഇതിഹാസ കഥാപാത്രങ്ങളാ? വിഷ്ണു എന്നൊക്കെ പറയുന്ന പോലെ അല്ല. പിന്നെയോ? ജീവിച്ച മഹാരഥനായ ഒരു വ്യക്തിത്വമാണ്. ഇമാം ബുഖാരിയുടെ പേര് മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നാണ്. അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് അബൂ അബ്ദില്ല എന്നാണ്. അദ്ദേഹം ജനിച്ചത് 194 ബുഖാറയിൽ. അദ്ദേഹം മരിക്കുന്നത് 256. അദ്ദേഹം ഒരു ചെറുപെരുന്നാൾ ദിവസം, ചെറുപെരുന്നാൾ രാവിലാണ് 256 അദ്ദേഹം സമർക്കന്ദിൽ ഒരു ഗ്രാമത്തിൽ മരണപ്പെടുന്നത്. അദ്ദേഹം സഹീഹുൽ ബുഖാരി 6 ലക്ഷം ഹദീസുകളിൽ നിന്നാണ് സഹീഹുൽ ബുഖാരിക്ക് വേണ്ട ഹദീസുകളെ ക്രോഡീകരിക്കുന്നത്. 6 ലക്ഷം ഹദീസുകളിൽ നിന്ന് 7397 ഹദീസുകളെ തിരഞ്ഞെടുത്ത്. 6 ലക്ഷം ഹദീസുകളിൽ നിന്ന് അത്ര 7397 ഹദീസുകൾ. ആ ഹദീസുകളാണ് എവിടെയുള്ളത്? സഹീഹുൽ ബുഖാരിയിൽ ഉള്ളത്. ആവർത്തനത്തോടു കൂടി, ആവർത്തനമില്ലാതെ 2602 ഹദീസുകൾ. ആവർത്തനമില്ലാതെ 2602 ഹദീസുകൾ. അതാണ് സഹീഹുൽ ബുഖാരിയിലുള്ളത്. അതിൻ്റെ പേര് അൽ ജാമിഉ സഹീഹുൽ മുസ്നദ് എന്നുള്ളതാണ്. അവിടെയാണ് ഇമാം ബുഖാരി ഈ ഹദീസ് പറയുന്നത്. അപ്പോൾ ഇമാം ബുഖാരിനെ കുറിച്ച് ധാരണ കിട്ടിയോ? ഇമാം ബുഖാരി പറയാണ് ഹദ്ദസന, നമ്മോട് പറഞ്ഞു. ആരാ നമ്മോട് പറഞ്ഞത്? ഖുതൈബ. ആരാണ് ഈ ഖുതൈബ? ബുഖാരിൻ്റെ ഉസ്താദാണ്. കിട്ടും, കാരണം ഇവിടുന്ന് മനസ്സിലാക്കി എളുപ്പം. അത് ഏത് പോലീസുകാരനും പറയുന്നതല്ലേ. നിങ്ങൾ പറയണം, ഞാൻ ഒരു മയക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും തമാശ അറിയണത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ പ്രതികരിക്കേണ്ടതല്ല. ഖുതൈബ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ ഖുതൈബ ആരാണ്? ഖുതൈബ ഇബ്നു സഈദ് ഇബ്നു ജമീൽ ഇബ്നു ത്വരീഫ് അസ്സഖഫിയാണ്. അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് അബൂ റജ എന്നാണ്. അദ്ദേഹം ചേർക്കപ്പെടുന്നത് ബലഖിലേക്കാണ്. ബലഖ് എന്ന് പറഞ്ഞിട്ട് ഇറാഖിലൊരു നാടുണ്ട്. അവിടെ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൻ്റെ പേര് ബൽഖാൻ എന്നാണ്. അപ്പോൾ ബലഖ് ദേശത്തിലെ ബൽഖാനിലേക്ക് ചേർക്കപ്പെടുന്ന ഖുതൈബ ഇബ്നു സഈദ്
ഇബ്നു ജമീൽ ഇബ്നു ത്വരീഫ് അസ്സഖഫിയാണ് ഈ ഖുതൈബ. അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബൂ റജ എന്നാണ്. അബൂ റജ. സഖഫി എന്ന് പറഞ്ഞാൽ എന്താ? സഖാഫിയ അല്ല, പിന്നെയോ സഖഫി എന്നുള്ളത് ബനൂ സഖീഫ് ഗോത്രത്തിലേക്ക് ചേർത്തിട്ടാണ്. സഖീഫ് ഗോത്രം എവിടെ? സഖീഫ് ഗോത്രം തായിഫിലല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആട്ടിയ സഖീഫ് ഗോത്രം. അതാണ് പിന്നെ അതിലേക്കാണ് ചേർക്കപ്പെടുന്നത് ഖുതൈബ ഇബ്നു സഈദ് അസ്സഖഫി. അദ്ദേഹം അബൂ റജ എന്ന് വിളിക്കപ്പെടും. അപ്പൊ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം അബൂ റജ അൽ ബലഖി അൽ ബഗ്ലാനി. കാരണം ബലഖിലേക്കും ബൽഖാൻ എന്ന ഗ്രാമത്തിലേക്കും അദ്ദേഹം ചേർക്കപ്പെടുന്നുണ്ട്. ഇദ്ദേഹം 240 മരണപ്പെടുന്നത്. ഹിജറയുടെ 240 മരണപ്പെടുന്നത്. അപ്പോൾ ഹദ്ദസന ഖുതൈബത്തു, ഖുതൈബ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളല്ല അത്. പിന്നെയോ അതൊരറിയപ്പെട്ട ചരിത്ര പുരുഷനാണ്. അദ്ദേഹത്തിനൊരു മേൽവിലാസമുണ്ട്. അദ്ദേഹം ചേർക്കപ്പെടുന്ന ഒരു ഗ്രാമമുണ്ട്. അദ്ദേഹം ഖുതൈബ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേരാണ്. സഈദ് എന്നുള്ളത് വലിയ വാപ്പാൻ്റെ പേരാണ്. ജമീൽ എന്നത് വലിയാപ്പാൻ്റെ പേരാണ്. ത്വരീഫ് എന്നുള്ളത് പ്രപിതാവിൻ്റെ പേരാണ്. ബനൂ സഖീഫ് ഗോത്രക്കാരനാണ്. അദ്ദേഹം പിൽക്കാലത്ത് ഇറങ്ങിപ്പാർത്തത് ബലഖ് ദേശത്താണ്. അവിടെ ബൽഖാൻ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. മനസ്സിലായോ? അദ്ദേഹത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞത് സിഖത്തുൻ സബ്ത് എന്നാണ്. സിഖത്തുൻ സബ്ത് എന്ന് പറഞ്ഞാൽ തീർത്തും വിശ്വാസ്യനായ റാവി എന്നാണ്. അദ്ദേഹം എന്തല്ല, അദ്ദേഹം മോശക്കാരനല്ല, ധർമ്മനിഷ്ഠ കുറഞ്ഞ ആളല്ല, കളവ് പറയുന്ന ആളല്ല, പിന്നെയോ ധർമ്മനിഷ്ഠയുള്ള വിശ്വസ്തനായ റാവി എന്നാണ് ആരെക്കുറിച്ച് പറഞ്ഞത്? ഖുതൈബയെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അയാളെക്കുറിച്ച് ധാരണ കിട്ടിയ ഇതാണ് റാവിയെക്കുറിച്ചുള്ള പഠനം. ഒരു റാവിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കിയത്. ഓക്കെ. ഇനി അടുത്ത ആളാരാണ്? ഖുതൈബക്കാരാ പറഞ്ഞു കൊടുത്തത്? ഹദ്ദസന ഇസ്മായിൽ ഇബ്നു ജഅഫർ. ഇസ്മായിൽ ഇബ്നു ജഅഫർ എന്നോട് പറഞ്ഞു എന്നാണ് ഇമാം ഖുതൈബ പറയുന്നത്. അപ്പോൾ ആരാ ഈ ഇമാം ഇസ്മായിൽ ഇബ്നു ജഅഫർ? അത് നമ്മൾ അന്വേഷിക്കണ്ടേ? അപ്പോൾ ഇസ്മായിൽ ഇബ്നു ജഅഫറിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അത് ഇസ്മായിൽ ഇബ്നു ജഅഫർ ഇബ്നു അബി കസീർ എന്ന വ്യക്തിയാണ്. അദ്ദേഹം അൽ മദനിയാണ്, മദീനയിൽ പാർത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് അബൂ ഇസ്ഹാഖ് എന്നാണ്. അബൂ ഇസ്ഹാഖ്. അപ്പോൾ അബൂ ഇസ്ഹാഖ് എന്ന പേരിൽ വിളിപ്പേരുള്ള മദനിയായ അബൂ ഇസ്ഹാഖുൽ മദനിയായ ഇസ്മായിൽ ഇബ്നു ജഅഫർ ഇബ്നു അബി കസീറാണ് ഈ വ്യക്തി. അദ്ദേഹം ഹിജ്റയുടെ 180 മരണപ്പെടുന്നത്. 180 അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ ഖുതൈബയെ പോലെ തന്നെ നല്ലൊരു മേൽവിലാസ വണ്ടർസുള്ള വ്യക്തിയാണ് ആര്? ഇസ്മായിൽ ഇബ്നു ജഅഫർ. ഇബ്നു ഹജർ റഹിമഹുല്ല പറഞ്ഞു ഇദ്ദേഹവും സിഖത്തുൻ സബ്താണ്. എന്താ സിഖത്തുൻ സബ്ത്ത് എന്ന് പറഞ്ഞാൽ? വിശ്വസ്തനായ റാവിയാണ്, ചില്ലറക്കാരനല്ല. പിന്നെയോ അയാൾ ഒരു ഹദീസ് പറഞ്ഞാൽ അയാൾ നീതിമാനാണ്, നീതിനിഷ്ഠമായ ജീവിതം നയിച്ച ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ മേൽവിലാസം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലായോ? ഇതിനാണ് റാവിമാരെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത്. ഇസ്മായിൽ ഇബ്നു ജഅഫർ ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അൻ ഉത്ബത്ത് ഇബ്നു മുസ്ലിം. ഉത്ബ ഇബ്നു മുസ്ലിമിൽ നിന്നാണ്. ആരാണ് ഉത്ബ ഇബ്നു മുസ്ലിം? ഉത്ബ ഇബ്നു മുസ്ലിം അതിനെക്കുറിച്ച് സനദ് തന്നെ ഉണ്ട്. മൗല ബനൂ തൈം, ബനൂ തൈമിൻ്റെ മൗലയാണ് എന്നാണ്. ബനൂ തൈമിനെ കേട്ടിട്ടുണ്ടോ? ബനൂ തൈം ഒരു അറേബ്യൻ ഗോത്രമാണ്. ആ അറേബ്യൻ ഗോത്രം ചേർക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യാപ്പന്മാരിലേക്കാണ്. ബനൂ തൈം ഇബ്നു ലുഅയ്യാണ്. ലുഅയ് കേട്ടാണ് റസൂലുള്ളാഹിന്റെ വാപ്പാരെ പേരാണ് പറഞ്ഞു നോക്കാണി. അബൂഹു അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദുമനാഫ്, ഖുസയ്യ്, കിലാബ്, മുറത്ത്, കഅബ്, ലുഅയ്. ഈ ലുഅയിലേക്കാണ് ആര് ചേർക്കപ്പെടുന്നത്? ബനൂ തൈം ചേർക്കപ്പെടുന്നത്. അപ്പോൾ ബനൂ തൈം ഏത് ഗോത്രത്തിൽപ്പെട്ടതാ? ഖുറൈശി ഗോത്രത്തിൻ്റെ ഉപഗോത്രമാണ്. ഈ ബനൂ തൈം ഗോത്രക്കാരനാണ് ഒന്നാം ഖലീഫ. ആരാ ഈ ഒന്നാം ഖലീഫ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ അത്തൈമിയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ആരാണ്? തൈമിയത്താണ്. തൈമിയത്ത് പറഞ്ഞാൽ എന്താ? ബനൂ തൈമിയിലേക്ക് ചേർക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ അത്തൈമിയ എന്ന് പറയുന്നത്, അബൂബക്കർ അത്തൈമി എന്ന് പറയുന്നത്.
ഖുറൈശികളിലെ ഒരു ഉപഗോത്രം. അപ്പോൾ അതിലേക്കാണ് ഈ ബനൂ തൈം ഗോത്രത്തിൻ്റെ മൗലയാണ്, അവർ മോചിപ്പിച്ച അടിമയാണ് ആര്? ഉത്ബ ഇബ്നു മുസ്ലിം. പറഞ്ഞത് മനസ്സിലാകണ്ട. അതുകൊണ്ടാണ് മൗല ബനൂ തൈം, ബനൂ തൈമയുടെ അടിമ, മോചനം നൽകപ്പെട്ട അടിമയായ ഉത്ബ ഇബ്നു മുസ്ലിം പറഞ്ഞു എന്നാണ്. ഈ ഉത്ബ ഇബ്നു മുസ്ലിം അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് ഇബ്നു അബി ഉത്ബ എന്നാണ്. ഇബ്നു അബി ഉത്ബ. അദ്ദേഹം മദനിയാണ്. അപ്പോൾ ഉത്ബത്ത് ഇബ്നു മുസ്ലിം മദീനയിൽ പാർത്ത വ്യക്തിയാണ്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് മദനി അറിയണം. ഇന്ന് മദീനത്തുൽ ഉലൂം പഠിച്ചവർക്ക് മദനി അറിയും. അബ്ദുർ റഊഫ് മദനി എന്നാണ് പുളിക്കൽ പഠിച്ചിട്ടുണ്ടെന്നാണ് അല്ലേ. ഇയാൾ മദനി അറിയുമ്പോൾ എന്താ പുളിക്കൽ പഠിച്ചിട്ടുണ്ടെന്നാ, അല്ലെങ്കിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുണ്ട അല്ല, മദീനയിൽ പാർത്തു എന്ന അർത്ഥത്തിലാണ്. അതേപോലെ ഇസ്മായിൽ ഇബ്നു ജാഫറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അദ്ദേഹം ആരാണ്? അബു ഇസ്ഹാഖ് അൽ മദനിയാണ്. എന്ന് പറഞ്ഞാൽ മദീനത്തുൽ ഉലൂമിൽ നിന്ന് ബിരുദം നേടിയെന്നല്ല അതിൻ്റെ അർത്ഥം, മദീനയിൽ പാർത്ത വ്യക്തിത്വം എന്നുള്ളതാണ്. തയ്യബ് ഉത്ബ ഇബ്നു മുസ്ലിം അദ്ദേഹം ഹിജ്റയുടെ 140 മരണപ്പെടുന്നത്. 140. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് ഉത്ബ ഇബ്നു മുസ്ലിം ഇബ്നു അബി ഉത്ബയാണ്. ഇബ്നു അബി ഉത്ബയാണ്. അദ്ദേഹം അൽ മദനിയാണ്. ഉത്ബ ഇബ്നു മുസ്ലിം ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അൻ ഉബൈദ് ബിൻ ഹുനൈൻ. ഉബൈദ് ബിൻ ഹുനൈനിൽ നിന്നാണ്. ഉബൈദ് ബിൻ ഹുനൈൻ ആരാ? ഉബൈദ് ബിൻ ഹുനൈൻ അദ്ദേഹം താബിഈയാണ്. താബിഈ എന്ന് പറഞ്ഞാൽ ആരാ? സഹാബിയിൽ നിന്ന് സ്വീകരിച്ച ആൾ, സഹാബിയെ കണ്ട ആൾ. ഇവിടെ ആരാ സഹാബി? അബൂ ഹുറൈറയാണ്. അബൂ ഹുറൈറയിൽ നിന്ന് ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഉബൈദ് ബിൻ ഹുനൈനാണ്. അപ്പോൾ അദ്ദേഹം താബിഈയാണ് അല്ലേ? താബിഈയാണ്.